ലഹരി വസ്തുക്കളുടെ ഉപഭോഗം ക്രമാതീതമായി പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെ തന്നെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന വിപത്ത് യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികളിലും നിയന്ത്രിക്കാൻ കഴിയുന്നതിനുമപ്പുറം വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നാം നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ മറക്കുമ്പോഴാണ് ലഹരി ഉപയോഗം ആരംഭിക്കുന്നത്. മനഃശക്തി, ശാന്തി, ലക്ഷ്യബോധം എന്നിവയെ വളർത്തുന്ന വ്യക്തിഗത അവബോധമാണ് ലഹരി ഉപയോഗത്തിൽ നിന്നും മുക്തമാകാൻ ഏറ്റവും ആദ്യം ആവശ്യം. സമൂഹത്തെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന മഹനീയ ലക്ഷ്യത്തോടെ 2020 ഓഗസ്റ്റ് 15 കേന്ദ്ര സാമൂഹ്യനീതി സശക്തീകരണ മന്ത്രാലയം നശാമുക്ത ഭാരത് അഭിയാൻ ആരംഭിക്കുന്നത്. 2024 ഡിസംബർ 2 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതിയാണ് മിഷൻ സ്പന്ദൻ. ഈ 2 പദ്ധതികളും വിജയകരമായി നടപ്പാക്കുവാൻ കേന്ദ്ര സർക്കാർ ബ്രഹ്മകുമാരീസുമായി ധാരണാപത്രം ഒപ്പിട്ടു. ഇതിന്റെ ഭാഗമായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ദേശവ്യാപകമായി ലഹരി വിമുക്തിക്കായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഈ വിശേഷ ദൗത്യത്തിനായി പ്രത്യേകം സജ്ജീകരിച്ച 25 പ്രചാരണ വാഹനങ്ങൾ ബ്രഹ്മകുമാരീസ് വിവിധ സംസ്ഥാനങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. വീഡിയോ അവതരണ സൗകര്യത്തോടുകൂടിയ ഓരോ വാഹനങ്ങൾക്കൊപ്പം പരിചയസമ്പന്നരായ ഒരു സംഘം അനുഗമിക്കുകയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉപേക്ഷിക്കാനായി അവബോധ സന്ദേശം പ്രചാരണം നടത്തിവരികയും ചെയ്യുന്നു. ഇതോടനുബന്ധിച്ച് ലഹരി മുക്ത കേരളം ക്യാമ്പയിനിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം 2025 മാർച്ച് 27 തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ക്യാമ്പയിൻ വാഹനത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. സംസ്ഥാന വ്യാപകമായ ഈ അവബോധ പ്രചാരണം തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രയാണം ചെയ്തു വരുന്നു. മയക്കുമരുന്ന് രഹിത ജീവിതത്തിന്റെ സന്ദേശം വഹിക്കുന്ന ബ്രഹ്മകുമാരീസിന്റെ ഈ മൊബൈൽ അവബോധ യൂണിറ്റ് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ലഹരിമുക്ത ക്ലബ്ബുകൾ, നാഷണൽ സർവീസ് സ്കീമുകൾ, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ, വാർഡ്, പഞ്ചായത്ത്, ബ്ലോക്ക് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ കൂട്ടായ്മകൾ, സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ച് ലഹരി വസ്തുക്കൾക്കെതിരായ പോരാട്ടത്തിൽ പ്രവർത്തനനിരതമാണ്. കഴിഞ്ഞ 40 വർഷങ്ങളിലേറെയായി ബ്രഹ്മകുമാരീസ് ലഹരി വിമുക്തി പരിപാടികൾ ഭാരതമെമ്പാടും സംഘടിപ്പിച്ചു വരുന്നു. ലഹരി ഉപയോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനും ലഹരി ഉപേക്ഷിക്കുന്നതിനുമുതകുന്ന ഉത്തമമായ ഒരു സമഗ്ര ജീവിതശൈലിയാണ് ബ്രഹ്മകുമാരീസ് സൗജന്യമായി പഠിപ്പിക്കുന്ന രാജയോഗി ജീവിതശൈലി. ഭാരതത്തിൽ നടത്തിയ പഠനത്തിൽ രാജയോഗം പരിശീലിച്ച 63% വ്യക്തികളും 1 മാസത്തിനകം ലഹരി ഉപയോഗത്തിൽ നിന്നും മുക്തമായതായി കാണുന്നു. തുടർന്ന് 1 വർഷത്തിലധികം പരിശീലിച്ചവർ 100% ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും മുക്തമായതായും കണ്ടെത്തുകയുണ്ടായി. ലഹരി ഉപയോഗത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുവാൻ മുഖ്യ കാരണങ്ങളിലൊന്നായ വിഡ്രോവൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇവരിൽ പ്രകടമായില്ല എന്നതാണ് ഈ രീതിയുടെ പ്രസക്തി. മാനസികവും സ്വഭാവപരവുമായ പരിവർത്തനത്തിലൂടെ തെറ്റായ ശീലങ്ങളിൽ നിന്നും മോചനം നേടാനും ഏതൊരു സാഹചര്യത്തിലും തന്റെ ആന്തരിക സന്തുലനം നിലനിർത്തുവാനും രാജയോഗ പരിശീലനം വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആസക്തികളിൽ നിന്നും മുക്തരാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ പിന്തുണയ്ക്കുന്നതിനായി ബ്രഹ്മകുമാരീസ് കേരളത്തിൽ ഉടനീളമുള്ള 250 രാജയോഗ കേന്ദ്രങ്ങളുടെ ശൃംഖലയിലൂടെ കൗൺസിലിംഗും രാജയോഗ പരിശീലനവും സൗജന്യമായി പ്രദാനം ചെയ്തു വരുന്നു. പലവിധ ആസക്തികളെ മറികടന്ന് വ്യക്തിയിലെ യഥാർത്ഥ കഴിവുകൾ വീണ്ടെടുക്കുന്നതിനുള്ള ആത്മീയ പിന്തുണ നൽകുന്നതിൽ ബ്രഹ്മകുമാരീസ് സദാ പ്രവർത്തന സജ്ജമാണ്. കൂടുതൽ വിശദീകരണങ്ങൾക്കും രാജയോഗ പരിശീലനത്തിനും സൗജന്യ കൗൺസിലിംഗ് സേവനത്തിനും സമീപത്തുള്ള ബ്രഹ്മകുമാരീസ് രാജയോഗ കേന്ദ്രവുമായി ബന്ധപ്പെടുക.